കാര്യവിചാരം 71. എവിടെയാണ് സ്വർഗം? മരണാനന്തരം സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിക്കാത്തത് ആരാണ്? സ്വർഗത്തിലാണ് സർവ്വസുഖങ്ങളും കുടികൊള്ളുന്നതെന്ന് നാം എല്ലാം വിശ്വസിക്കുന്നു. ഈ ലോകത്ത് നാം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ടാവാം. അതിൽ ചിലതിൽ നിന്നും സുഖപ്രാപ്തിയും ഉണ്ടായിക്കാണും. എന്നാൽ അതൊന്നും പോരാ, അതിലൊന്നും തൃപ്തിയായിട്ടില്ല. ഇവിടെ ഇതിൽ കൂടുതലൊന്നുമില്ല, ലഭ്യമല്ല. അപ്പോൾ ഇനി സ്വർഗത്തിലെ സുഖങ്ങളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ശരിക്കും എവിടെയാണ് ഈ സ്വർഗം? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഉണ്ടെങ്കിൽ അവിടെ എത്താൻ നമുക്ക് കഴിയുമോ? അല്ലാത്ത പക്ഷം ആർക്കെല്ലാം അവിടെ എത്താൻ സാധിക്കും? അവിടെ ചെന്നെത്തിയാൽ എന്തെല്ലാം സുഖഭോഗങ്ങളുണ്ട്? അവ ആർക്കെല്ലാം ലഭ്യമാകും? സ്വർഗം ഭൂമിക്ക് മുകളിലത്തെ ഒരു നിലയിലാണോ സ്ഥിതി ചെയ്യുന്നത്? അവിടെ എന്തെല്ലാം ആഡംബരങ്ങളും സുഖസംവിധാനങ്ങളുമാണുള്ളത്? ആരാണ് സ്വർഗത്തിൻ്റെ രാജാവ്? അദ്ദേഹം സുന്ദരനും സുശീലനും സർവാഭരണ വിഭൂഷിതനും ഒക്കെ ആയിരിക്കുമല്ലോ. ആയിരിക്കാം. അതോ നമ്മുടെ ദേശം ഭരിക്കുന്ന രാജാവിനെ പോലെയാണോ സ്വർഗരാജ്യം ഭരിക്കുന്ന രാജാവും? സ്വർഗം എന്നത് വെറും ഒരു ഭാവന മാത്രമാണോ? നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നവരുമായ ആരെല്ലാം അവിടെ പോയിട്ടുണ്ടാകും? ഇനി എൻ്റെ കാര്യം, എനിക്ക് സ്വർഗത്തിലെത്താൻ തക്ക യോഗ്യതയുണ്ടോ? എൻ്റെ ഭാര്യയോ അച്ഛനമ്മമാരോ എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ അക്കൂട്ടരെ കൂടി എൻ്റെ ഒപ്പം കൊണ്ടുപോകാൻ കഴിയുമോ? എങ്ങനെയായിരിക്കും സ്വർഗലോകത്തിലേക്കുള്ള യാത്ര? ഈ പല്ലക്ക് എന്നൊക്കെ പറയുന്നത് ഒരു പഴയ സംവിധാനമല്ലേ? ഇപ്പോൾ ജെറ്റ് പ്ലെയിനിലോ ഹെലികോപ്റ്ററിലോ ഒക്കെ ആയിരിക്കുമോ കൊണ്ടുപോകുന്നത്? അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും അതിൻ്റെ പൈലറ്റ്? സാക്ഷാൽ ദേവേന്ദ്രനാണല്ലോ സ്വർഗലോകത്തിൻ്റെ ചക്രവർത്തി. അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരാരെങ്കിലും ആയിരിക്കും അല്ലേ പൈലറ്റുമാർ? അതാരെ? നരകത്തിലേക്കാണെങ്കിൽ യമകിങ്കരന്മാരാണല്ലോ കൊണ്ടുപോകുന്നത്. അങ്ങോട്ടേക്ക് നമുക്കാർക്കും പോകാൻ ഇഷ്ടമില്ലല്ലോ താനും. അതുപോലെ സ്വർഗവാതിലിനെ പറ്റി നാം ഒരുപാട് കേട്ടിരിക്കുന്നു, ഇല്ലേ? കവികളിൽ അധികം പേരും സ്വർഗവാതിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സ്വർഗത്തിലേക്ക് പോകുന്നതിനുള്ള പ്രതീക്ഷയായിട്ടാണ് നാം സ്വർഗവാതിലിനെ കാണുന്നത്. അവിടുത്തെ അലങ്കാരങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വർഗത്തിൽ ചെന്നെത്തിയാൽ അവിടെയുള്ള വില്ലകളിലാണോ ഫ്ലാറ്റുകളിലാണോ നമ്മെ താമസിപ്പിക്കുന്നത്? അവയൊക്കെ ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കുമോ? മേൽപ്പറഞ്ഞ എണ്ണമറ്റ ചോദ്യങ്ങളാവും സ്വർഗത്തെപ്പറ്റി നമുക്ക് ചോദിക്കാനുണ്ടാവുക. എന്നാൽ ഒന്നറിയുക, സ്വർഗവും നരകവും എല്ലാം മിഥ്യയാണ്, വെറും ഭാവന മാത്രമാണ്. ഈ ഭൂമിയിൽ നാം ഇപ്പോൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ഇവിടെ തന്നെയാണ് സ്വർഗവും ഇവിടെ തന്നെയാണ് നരകവും. എല്ലാം കർമ്മഫലമാണ്. ആര് വിചാരിച്ചാലും അതിനെ മാറ്റിമറിക്കാൻ കഴിയില്ല. നാം ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ ഫലം നല്ലതായിരിക്കും. നേരെ മറിച്ച് ദുഷ്കർമ്മങ്ങൾ ചെയ്താൽ അതിൻ്റെ ഫലം തീയതുമായിരിക്കും. ഇവിടെ ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന ഈ ലോകത്ത് തന്നെയാണ് സ്വർഗവും നരകവും. രണ്ടും അവ അർഹിക്കുന്നവർക്ക് കിട്ടും. അർഹിക്കുന്നവർക്ക് മാത്രം അവയിലെ സുഖദുഃഖങ്ങൾ അനുഭവിച്ചിട്ടേ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്നും അറിയണം.